നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമി നേരത്തെ മെസ്സിക്ക് പരിക്ക് കാരണം റീഷെഡ്യൂൾ ചെയ്ത ഫ്രണ്ട്ലി മത്സരം ഇന്ന് നടന്നു. പ്യൂട്ടോറിക്കയിൽ ഇക്വഡോറിയൻ ക്ലബ്ബായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ഡെൽ വെല്ലയെ 2-1 പരാജയപ്പെടുത്തി. മെസ്സി രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി. ആദ്യ പകുതിയിൽ സാന്റിയാഗോ മൊറേലസ് ആണ് മയാമിയുടെ മറ്റൊരു ഗോൾ കണ്ടെത്തിയിരുന്നത്. ഏതായാലും വിജയ ഗോൾ മെസ്സിയുടെ പെനാൽറ്റി വക. പക്ഷേ ഈ കളിയിൽ ഉണ്ടായ കുറേ സംഭവവികാസങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കളിക്ക് മുമ്പ് തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിൽ ആരാധകർ ഗ്രൗണ്ട് കയ്യേറി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഒരുത്തൻ ജേഴ്സി ഊരി ഓടുന്നു. സെക്യൂരിറ്റീസ് ഓടി വന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മെസ്സിയുടെ ബോഡി ഗാർഡും കളത്തിലിറങ്ങുന്നു. അതിനിടക്ക് മെസ്സിക്കൊപ്പം ഒരുത്തൻ സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ നേരത്തെ ജേഴ്സി ഊരി ഓടിയവൻ ഡ്രസ്സ് ഊരി ഓടിയവൻ വന്ന് മെസ്സിയെ പിടിച്ച് താഴേക്ക് തള്ളിയിടുന്നു. ആകെ പ്രശ്നം, വല്ലാത്ത രൂപത്തിലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിന് മെസ്സിക്ക് ആ വീഴ്ചയിലും മറ്റുമൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഏതായാലും ഇപ്പോൾ 2-1 മത്സരം വിജയിച്ചിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഫ്രണ്ട്ലി മത്സരമാണ്, നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. അന്ന് മെസ്സിക്ക് പരിക്ക് പറ്റിയത് കൊണ്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ഇപ്പോഴേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. MLS ഉദ്ഘാടന മത്സരത്തിൽ 3-0 ഇന്റർ മയാമി LAFCയോട് പരാജയപ്പെട്ടിരുന്നു. ഇനിയിപ്പോൾ മാർച്ച് 2 ഓർലാൻഡോ സിറ്റിക്കെതിരെ കളിയുണ്ട്. അതിനിടക്കാണ് പ്യൂട്ടോറിക്കയിലേക്ക് ഈ ട്രിപ്പ് പോയി ഈ മത്സരം കളിച്ചിരിക്കുന്നത്. അതിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഇഷ്യൂസും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. മെസ്സി ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ കുറേ ആളുകൾ ഗ്രൗണ്ടിലേക്ക് കയ്യേറുന്നു. അതിലൊരുത്തനാണ് മെസ്സിയെ പിടിച്ച് താഴെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. മെസ്സി താഴെ വീഴുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. മെസ്സി എന്നിട്ടും പക്ഷേ ക്ഷുഭിതനാവുന്നൊന്നും കാണുന്നില്ല. അദ്ദേഹം വളരെ കൂളായിട്ട് എഴുന്നേറ്റ് നിന്ന് അങ്ങ് മാറി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം. ഇനി ഓർലാൻഡോ സിറ്റിക്കെതിരെ മാർച്ച് 2 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അടുത്ത മത്സരം. ആ കളിയിൽ മെസ്സി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.